സഹൃദയരെ, ഓണമെന്നത് ലോകത്തിന്റെ ഏത് കോണിലുമുള്ള മലയാളിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ്. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ബെൽഫാസ്റ്റിലെ ഈ വർഷത്തെ ഓണാഘോഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആലീസേ, നാളെ ഓണമല്ലേ? നമുക്ക് നാട്ടിലത്തെ പോലെ ഓണം ഇവിടെയും ആഘോഷിക്കേണ്ടേ? മാവേലിയെ വരവേൽക്കാൻ നമുക്കൊരു അടിപൊളി ഓണസദ്യ ഒരുക്കിയാലോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എൻ്റെ കെട്ടിയോനെ? എന്നാൽ ഞാൻ നമ്മുടെ ജോണിച്ചായനോട് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞാൽ നമ്മുടെ ജോണിച്ചായൻ അത് തട്ടിക്കളയത്തില്ല. എന്തെന്ന് വെച്ചാൽ ഈ വർഷത്തെ ഓണത്തിൻ്റെ ഇഞ്ചമ്പുളിക്കുള്ള ഇഞ്ചി മുഴുവൻ അരിഞ്ഞു കൊടുത്തത് ഈ കൈകൾ കൊണ്ടാണ്. ഞാനിവിടെ ചത്ത് കിടന്ന് ഡ്യൂട്ടി ചെയ്ത് 10 കാശുണ്ടാക്കുന്നത് അപ്പനും മക്കൾക്കും ദൂർത്തടിക്കാനുള്ളതല്ല. ഒരു വശത്ത് മോഡ്ഗേജ്, പിന്നെ ചെണ്ട, ഡാൻസ് കോസ്റ്റ്യൂം, ഇതൊന്നും പോരാഞ്ഞ് ഇപ്പൊ അച്ചായന്റെ വകയൊരു ഓണസദ്യ. എടി ആലീസേ, നമുക്കെന്നാൽ മിസ്റ്റർ മുളകിൽ പോയി ഒന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി വന്നാലോ? അതല്ലിച്ചായ, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടു. അതെന്താടി ആലീസേ? നമ്മുടെ ജോർജ് അച്ചായന്റെ കടയിലെ 2 മുരിങ്ങക്കോൽ വാങ്ങിയാൽ 1 ശർക്കര വരട്ടി ഫ്രീയാ. അത് കൊള്ളാലോ ജോർജ് അച്ചായന്റെ ഐഡിയ. എടി, നിനക്കിന്ന് ഡ്യൂട്ടി ഇല്ലേ? അയ്യോ, ഞാനത് മറന്നു. ഇന്നും ഞാൻ ലേറ്റ് ആകും. गन्धोर्निसङ्गति शुभैः परिभूषितोऽब्जैः शेढुण्ठिभैरवमुखैः सहिता अन्नपूर्णा माता च वाञ्छति मुदा तव सुप्रभातम्. Why this colaveri tea? എന്തൊരു പാട്ടാടത്! മലയാളം പാട്ടൊന്നും ഇല്ലേ ടിവിയില്? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി.
എടാ നീ ആ റിമോട്ട് ഇങ്ങോട്ട് കാട്ടിയേ. ഓ, ആ സീരിയലും മിസ്സാക്കി പിള്ളേര്. ദേ മാവേലി ദേ വന്നു. എടി ആലീസേ, സദ്യയൊക്കെ റെഡിയായല്ലോ. Hi, KFC, delicious. My mommy, my super mommy. അയ്യോ, KFCയും പിസായും ഒക്കെയാണോ ഓണസദ്യക്ക് കൊണ്ടുവന്നിരിക്കുന്നേ? ഓ, എനിക്കിന്നലെ ഡ്യൂട്ടി ആയിരുന്നില്ലേ. ഇതിയാനോട് ജോർജ് ചായൻ്റെ കടയിൽ പോകാൻ പറഞ്ഞപ്പോൾ കുങ്കുമപ്പൂ കാണണമെന്ന് പറഞ്ഞ് അവിടെ അങ്ങിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദാണ്ട കിടക്കുന്നു ജോസിൻ്റെ ഒരു മെസ്സേജ്. 10 മുതൽ 12 വരെ ഡാൻസ് പ്രാക്ടീസ് ആണെന്ന്. ഈ നേരം പോയ നേരത്ത് ഇനി ഇതെന്തുണ്ടാക്കാനാ? ഇങ്ങോർക്ക് ഇത് വല്ലോ അറിയണോ? അപ്പൊ KFC തന്നെ ശരണം എൻ്റെ മാവേലി. கருத்த கோழி மிளகு போட்டு வறுத்து வச்சிருக்கேன். கோழி ருசியா இருந்தா கோழிய திம்ப, குமரி ருசியா இருந்தா குமரிய திம்ப.